വെളുപ്പിനെ നല്ല മഞ്ഞായിരുന്നു. പിന്നെ ഉറക്കം വന്നു. പിന്നെ ഈ പമ്പ് കയറ്റി കുറച്ച് നേരത്ത് ഇവിടെ കിടന്ന് ഉറങ്ങി. സമയം ഇപ്പോൾ 6:30 13 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളതാണ്. ഇനി അങ്ങോട്ട് തണുപ്പാണ്. പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അമ്മന്ന് അറിയുന്ന കുറച്ച് ദൂരമേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഹൈവേ നിന്ന് ഇറങ്ങണം നമുക്ക്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് കർമ്മല, ടെമ്പുർണി, ബീജാപ്പൂർ ഒക്കെ കൂടി ഹുബ്ലിയിൽ ഇറങ്ങിയിട്ട് നേരെ അവിടുന്ന് അങ്കോളയാടി മംഗലാപുരം വഴിയാണ് പോകുന്നത്. വീണ്ടും 66 കയറി വീണ്ടും 66 അങ്കോള ചെല്ലുമ്പോൾ. അതെ, ഈ വർഷം പറയുകയാണെങ്കിൽ തണുപ്പ് ഒരുപാട് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഗ്ലാസ് ഒന്ന് തുടച്ച്. ആഹാ, കൊള്ളാലോ. ഇതിപ്പോൾ തിരിച്ച് പീടണം നീറ്റാണോ? അതെ, അങ്ങോട്ടേന്നേ ചായ പറഞ്ഞോ. ചായ ചായ പറഞ്ഞേക്കാം. ചായ എടുക്കണ കുറച്ച് സമയം എടുക്കുമല്ലോ. ഗ്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തുടച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് പറയാം. പറഞ്ഞോ, ചായ പറഞ്ഞോ. പറഞ്ഞു ചായ മധുരം കുറച്ചൊക്കെ എടുക്കാൻ പറഞ്ഞോ. പറഞ്ഞു സ്പെഷ്യൽ ചായ ബനാക്കി തേനെങ്കിൽ പോലെ. അതെ, നമുക്കല്ലായിരിക്കും അല്ലേ? അത് വേറെ, അത് അവർക്ക് വേറെ കാര്യമുണ്ട് കേട്ടോ. ഷാനോട് നേരത്തെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ തീ എത്തിച്ചിട്ടാ കണ്ടത്. തീ കാഞ്ഞിട്ട് പോകായിരുന്നു. ഇല്ല, തീ കാഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തണുപ്പ് അവിടെ നിന്ന് മാറുമ്പോഴത്തേനും തണുക്കല്ലേ. അതുണ്ടോ ട്രാക്ടറൊക്കെ ഉണ്ടോ പണിക്കാർ പോകുന്നത്? ഇവര് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി തമ്പടിച്ച് കൃഷി ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. നമുക്കുള്ള ചായ ഇപ്പോൾ എടുത്തേ ഉള്ളൂ. ചൂട് ചായ ഊതി കുടിച്ചോ. ചായയുടെ അളവ് ഉണ്ടോ? അത് ഫുള്ള് പറഞ്ഞിട്ടും അത്രയും തന്നു. അത്രേ തന്നുള്ളൂ. ഫുള്ള് പറഞ്ഞ് നിറച്ച് വക്കത്ത് വരെ ഉണ്ട്. ഈ വഴിക്കുണ്ടോ തമിഴ്നാട് വണ്ടി ഇഷ്ടം പോലുണ്ട്. അതെ, ഓക്കെ. കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോവാം. ആയിക്കോട്ടെ. പണ്ട് മഹാരാഷ്ട്ര ഭയങ്കര വിലയായിരുന്നു. കർണാടകക്കാട്ടിൽ ഒത്തിരി വില വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ വലിയ വ്യത്യാസമില്ല. അതെ, എന്നാലും 3-4 രൂപയുടെ വ്യത്യാസമുണ്ട്. 4 രൂപയുടെ വ്യത്യാസമുണ്ട്. 90 രൂപ 77 പൈസയേ ഉള്ളൂ ഡീസൽ. അത്രേ ഉള്ളൂ. അപ്പോൾ കർണാടകയിൽ ഇപ്പോൾ 90 എങ്ങാണ്ടാ. അത്ര വലിയ കൂടുതലൊന്നുമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ പണ്ട് നമ്മൾ മഹാരാഷ്ട്ര ഡീസൽ അടിക്കുകയായിരുന്നു. അതെ, അടിക്കുകയില്ല. ഭയങ്കര വില കൂടുതലായിരുന്നു. ഇപ്പൊ ഏറ്റവും വില കൂടുതൽ ആന്ധ്രയിലായിരുന്നു. ആന്ധ്രയിലും തെലുങ്കാനയിലും അതെ. കർണാടകയിലെ ഈയുടെ വില കൂട്ടിയായിരുന്നു ഡീസലിന്. 87 ഉള്ളായിരുന്നു. 3 രൂപ വില കൂട്ടി. 90 ചില്ലറയാ. നമുക്കേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാം. കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ കുളിച്ചേക്കാം. അതെ, ഇന്നലെ ആ പൊടിയെല്ലാം അടിച്ച് അതെ ഒരു പരിവായിട്ട് നിൽക്കുക. മൊത്തം പൊടി. അതുകൊണ്ട് വൈകിട്ട് ആഹാരം കഴിക്കേണ്ടി വന്നില്ല. പൊടി തിന്നു മൊത്തം. അതെ, ഇന്നലെ ഒന്നും കഴിച്ചുമില്ല. വിശപ്പില്ലായിരുന്നു. അതെ, ആ ഉച്ചക്കത്തെ കഴിപ്പ് ഏറ്റുപോയി. അതെ, നമുക്ക് കുളിച്ചേക്കാം. കുളിച്ച് നല്ല കൂട്ടപ്പനായി. കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസമായി. പൊടിയല്ലായിരുന്നോ? ആ പൊടി അടിച്ച് ക്ഷീണിച്ച് നിൽക്കുകയല്ലായിരുന്നു. വെള്ളം ഭയങ്കര കട്ടിയായിരുന്നു. സോപ്പ് പതയത്തേ ഇല്ലായിരുന്നു. സോപ്പ് ഒട്ടും പതയത്തില്ല. സോളാപൂർ, പണ്ടർപൂർ, വിജയപുര. വിജാപൂരിന്റെ പുതിയ പേരാ വിജയപുര. അതെ, റോഡ് തന്നെയാണല്ലോ അടിപൊളിയാ. ഇന്നലെ രാത്രിയിൽ കുറെ ഭയങ്കര മോശമായിരുന്നു. കുറച്ച് ദൂരം. അതെ, ഇന്നലെ എപ്പോഴാ പമ്പിൽ കൊണ്ടിട്ടത്? പമ്പിലൊരു 2-2:45. അതല്ലേ, തണുപ്പായതുകൊണ്ട് നല്ല സുഖം ഉറക്കമായിരുന്നു. പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങി. അത് നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടുകൂടെ നിർത്തിയത്. പിന്നെ ഉറക്കവും വന്നു. പിന്നെ ആ പൊടിയെല്ലാം കൊണ്ടിട്ട് ഭയങ്കര പൊടിയല്ലായിരുന്നു. വേറെ കാര്യം പോരാഞ്ഞ നന്നായി. വേറെത്തെങ്കിലും വഴി നിർത്താനൊക്കെ സൗകര്യം കുറവാ, കടകള് കുറവാ. ഇതുണ്ട ഈ ജൈന മതസ്ഥരെ ഈ നടന്നു പോകുന്നത്. അവർ വണ്ടികളൊന്നും കയറുകയില്ല. കരിമ്പ് വണ്ടികൾ കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ കരിമ്പ് വെട്ടുന്ന സമയമാണെന്ന് തോന്നുന്നു. കരിമ്പ് ലോഡ് ചെയ്യുന്ന ഇവിടെ. കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. വെട്ടി കയറ്റിക്കൊണ്ടിരിക്കുക. അതെ, ഇതൊരു വണ്ടി ലോഡ് കയറ്റി നിർത്തിയേക്കും. ഇതിങ്ങനെ ട്രെയിലർ കുറെ എണ്ണം കാണും ഇതിന്റെ പുറകെ കൊളുത്തി. ഈ തണുപ്പ് കാലത്താണ് ഇത് കൂടുതലും. അയ്യോ, എന്നിട്ട് ആ കോലാപ്പൂർ അന്ന് ഡബിൾ ലൈൻ ആയിരുന്ന സമയത്തെ എന്നാ അപകടമാണ്. എന്നിട്ട് ഇതിങ്ങനെ രാത്രി പോവും. മഞ്ഞും ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ഓവർടേക്ക് ചെയ്യണ പറ്റത്തില്ല. 3-4 എണ്ണം ഒന്നിച്ചായിരിക്കും പോകുന്നത്. ടാങ്കർ ഇവിടെ മറിഞ്ഞിട്ട് നൂർത്ത് വെച്ചേക്കാം. 4 ലൈൻ അപ്പുറം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ട് ഇതേ പഴയ വഴിയാ, ഡബിൾ ലൈനാ. ഈ ഇതേപോലുള്ള റോഡായിരുന്നു കോലാപ്പൂര്, പൂന, കോലാപ്പൂർ, ബൽഗാമൊക്കെ. ആ സമയത്താണ് വണ്ടി ഓടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്.
ഏറ്റവും അപകട സാധ്യതയുള്ള സമയം. ആ ഈ മയങ്ങി വന്നാലൊക്കെ വണ്ടി തട്ടാനുള്ള സാധ്യത. എന്നാലും 4 ലൈൻ വന്നതോടുകൂടി അപകടങ്ങൾ ഒരുപാട് കുറഞ്ഞു. അതെ. എന്താണെന്ന് വെച്ചാൽ നേരെ വണ്ടി വരുന്നില്ലല്ലോ, വേറെ ലൈനിൽ കൂടെ അല്ലേ പോകുന്നത്. ഇപ്പം നമ്മളെ കർമ്മലയായി. അപ്പം ഇനി ഇവിടുന്ന് ടെമ്പുർണി, പണ്ടർപൂര്, ബീജാപ്പൂര്, ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ഷോളാപ്പൂർ എന്ന് വേണേലും പോവാം, പക്ഷേ ഈ റൂട്ടിലാണ് പോകുന്നത്. ഇതാകുമ്പോൾ വേറെ ചിലവ് ടോള് കുറവ്, അട്ടിയൊന്നുമില്ല. വേറെ ചിലവ് കുറഞ്ഞൊരു വഴിയും ആ അപ്പുറത്തൂടെ പോകുന്ന സമയം കൊണ്ട് തന്നെ ഈ വഴിക്കും ചെല്ലാം. കുറച്ച് ദൂരം വഴി മോശമുണ്ട്. അല്ല ഇവിടെ എല്ലാം ഈ ട്രാക്ടറിൻ്റെ ട്രെയിലറൊക്കെ പണിയുന്ന സ്ഥലമാണ്. അല്ല ഇവിടെ ഉള്ളവർ യാത്ര ചെയ്യുന്ന ഇതേപോലെ പിക്കപ്പയിലൊക്കെയാണ്. ഇതൊരു ഈസല്ല, മഹേന്ദ്രയുടെ ഡിറ്റോ. നമുക്ക് എന്തേലും ചെറുതായി നാസ്ത കഴിക്കാം അല്ലേ? എന്തേലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോവാം. നാസ്തക്കാർക്ക് ചെയ്യാമെങ്കിൽ നിർത്തുന്നിടത്തെല്ലാം ടയർ നോക്കണം കേട്ടോ. ഒന്ന് വഴി മോശമാണ് മൊത്തം. ടയർ നോക്കേണ്ട ഉത്തരവാദിത്തം കിളിയുടെ. ആ കിളിയുടെയാണെന്നും പറഞ്ഞിരുന്നു. ടയർ പഞ്ചറായിട്ടുണ്ടെങ്കിൽ തന്നെ മാറേണ്ടി വരും. അതുകൂടെ പറ്റിയല്ലേ, ഞാൻ നോക്കിക്കോളാം. അതിനാന്ന് വെച്ചല്ലേ വീഡിയോ എടുക്കണ്ടേ? അതെ, ടയറൊക്കെ മാറുന്നേ. ആ അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ല അപ്പം എനിക്ക് പറ്റിയല്ലാത്തതുകൊണ്ടല്ല. ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആങ്ങളെ ചത്താലും വേണ്ടല്ല നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് പറഞ്ഞ പോലെ. അങ്ങനല്ല കേട്ടോ. ടയർ ലൂസായിട്ടുണ്ട്. ഇന്ന് അകത്ത് കെട്ടിയതൊക്കെ നല്ലപോലെ മുറുകിയായിരുന്നു. താഴെ നിന്നുള്ള വലി പോരാ. മോളിൽ നിന്നല്ല താഴെ നിന്ന് വലിച്ചേ. അതങ്ങ് വലിച്ച് ടൈറ്റാക്കി ഒരു കുക്കയിലോട്ട് മാറ്റിയിട്ടാണ്. എന്നിട്ട് വരത്തില്ല, അതിനുള്ള ആയില്ലേ, കുറച്ചുകൂടെ വരണം എന്നാലേ വലിച്ച് മാറ്റിയിടാൻ പറ്റുള്ളൂ. ആ ട്രാക്കിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ എന്തെല്ലാം അതാ ഫിറ്റ് ചെയ്തേക്കുന്നതാണ്. ഒരു പെട്ടിക്കട വരുന്നു. ഈ സാധനമാണ് ഈ ലോറിയിലെല്ലാം മേടിച്ച് കെട്ടി തൂക്കിയിട്ടേക്കുന്നത്, രണ്ട് സൈഡിലും പിടിപ്പിക്കുന്നത്. ഈ വഴിയൊക്കെ എത്ര കാലമായിട്ട് ഇങ്ങനെ മോശമായിട്ട് കിടക്കാന്ന്. ഹൈവേ അങ്ങോട്ട് നല്ല രീതിക്ക് വരുന്നില്ല. നാസ്ത നമ്മുടെ പൂരി ഭാജി കിട്ടിയാക്കിയാലും പൂരി, പിന്നെ അതിൻ്റെ കൂടെ ഒരു പാപ്പടം. ആണോ? അതായത് മറ്റേ ബാജിക്കകത്തേക്കോ? ഇത് ധൈര്യമാണോ? ഇവിടെയുള്ള മിക്ക കടകളിലും ഇതുപോലെ ഒരു ചായക്കാരനുണ്ടായിരിക്കും വെളിയിൽ. ചായയും കാപ്പിയൊക്കെ കൊണ്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ഈ ലോറിക്കാർക്ക് ഈ വണ്ടിയുടെ സൈഡിൽ കെട്ടിയിടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൊബൈലായിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരാണ്. ആ പച്ച ഇല പോലുള്ള അത് രണ്ടും മേടിച്ച് ഈ ഗ്ലാസ്സിൽ കെട്ടി തൂക്കിയിടും. കാപ്പിപ്പൊടി കഴിഞ്ഞ് ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷേ അതിന് മുമ്പ് വന്ന് ഡ്രൈവിംഗ് സീറ്റൊക്കെ കയറിയിരുന്നു, വണ്ടി എടുത്ത് കഴിഞ്ഞു. മുമ്പ് നമ്മൾ കണ്ട മൊബൈൽ കച്ചവടമായിരുന്നു. ഇതെല്ലാം ഇവിടെ കടകൾ, ഇതെല്ലാം രാജസ്ഥാൻകാരാണ് ഈ കച്ചവടം ചെയ്യുന്നത്. രാജസ്ഥാൻ വണ്ടി പിന്നെ ഈ സാധനങ്ങളേ ഉള്ളൂ. ഡ്രൈവറൊന്നും കാണത്തില്ല, ഗ്ലാസ്സിലും എല്ലാം എന്തെങ്കിലും മേടിച്ചത്. വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഹോളേ ഉള്ളൂ മുന്നോട്ട് കാണാൻ വേണ്ടി. ഇവിടുന്ന് വീണ്ടും 4 ലൈനായി. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ 4 ലൈൻ. വെറുതെ ഒന്ന് കൊതിപ്പിച്ചതാ. അതെ, പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് നോക്കി എനിക്ക് വന്നതല്ല. ഇവിടെ കുറച്ച് ഭാഗം ഉള്ളായിരുന്നു, വീണ്ടും അതേ 4 ലൈനാണ്. എനിക്ക് തോന്നുന്നത് ഇതെന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിട്ട് കിടക്കുമായിരിക്കും. അതായത് പൂർണ്ണമായിട്ട് പണി തീരാത്ത. ഇതെല്ലാം കേബിളുകളാണ്, കേബിൾ ഡ്രമ്മാണ്. എത്ര ലോഡാണ് കിടക്കുന്നുണ്ട്? 3 ലോഡുണ്ട്. വലിയ കേബിളാണ് ഇതിൽ. ഇവിടെ എല്ലാം വാഴക്കൃഷിയുണ്ട് ഇഷ്ടംപോലെ. ഇവിടുത്തെ കരിമ്പ് വെട്ടിയതാണ്. കരിമ്പ് ഇപ്പം വെട്ടി കയറ്റിക്കൊണ്ട് പോയതാണ്. കുറേ പേര് നീരാട്ടിന് ഇറങ്ങിയേക്കുന്നു. എരുമയും പോത്തും കാളയും പശുവും എല്ലാം ഉണ്ട്. അവിടെ കണ്ടോ, അതെല്ലാം കരിമ്പ് വെട്ടി കയറ്റുന്നതാണ്. കരിമ്പ് തോട്ടമായിരുന്നു, വലിയൊരു തോട്ടമായിരുന്നു കേട്ടോ. വെട്ടി കയറ്റിക്കൊണ്ടിരിക്കുക ട്രാക്ടറിൽ. കരിമ്പ് സീസൺ തുടങ്ങിയാൽ പിന്നെ റോഡിൽ മൊത്തം ഇതേപോലുള്ള ട്രാക്ടറുകളാണ് എനിക്കും കൂടുതൽ. പിന്നെ ലോറിയെല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അകലേക്ക് പോകേണ്ടതൊക്കെ ലോറിയെ കൊണ്ടുപോകും. കരിമ്പ് സീസണിൽ പണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ രാത്രി പോകുമ്പോൾ മിക്കവാറും കരിമ്പ് വണ്ടിയുടെ പുറകിൽ വേറെ ഏതെങ്കിലും വണ്ടികൾ വന്ന് ഇടിച്ചു കയറി കിടക്കുന്ന കാണാം. അതെ, എന്നാ ഡേഞ്ചറാണ്. ആ, നമ്മുടെ വണ്ടി ഒരു പ്രാവശ്യം പണ്ട് ആ ലൈലൻഡ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു വണ്ടിയുടെ പുറകിൽ പോയി തട്ടിയായിരുന്നു. അന്നേരം പിന്നെ വലിയ പ്രശ്നം വന്നില്ല, ഗ്ലാസ്സൊക്കെ പോയി അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വണ്ടി നമ്മുടെ പ്രശ്നമല്ല, അതായത് നമ്മുടെ വണ്ടി ചവിട്ടി, കരിമ്പ് വണ്ടി കയറ്റത്തെ വലിക്കാതെ നിന്നിട്ട് ഇത് പുറകോട്ട് വന്ന് നമ്മുടെ വണ്ടിക്ക് തട്ടി. അത് ഗ്ലാസ് പോയി. അത് നീ അന്ന് പോകണ എടുത്തില്ല. രാത്രിയിൽ എത്ര 2 മണിക്കോ 3 മണിക്കോ എന്നെ വിളിച്ചു അന്നേരം. എന്നിട്ട് ഗ്ലാസ് മാത്രമേ പോയുള്ളൂ അല്ലേ? ഡ്രൈവർമാർ ഇറങ്ങി ചെന്ന് സംസാരിച്ചു, അവരവിടെ മാറിയപ്പോണ്ട് മൈൻഡ് ചെയ്യാതെ. അതൊന്നും വിഷയമൊന്നുമല്ല. പിന്നെ നമ്മൾ തയ്ച്ചു, നമ്മൾ പോയി. അല്ല പിന്നെ നെയ്യാൻ പറ്റും. പിന്നെ പണ്ട് പറഞ്ഞ പോലെ പിന്നെ ഞാനന്നേരം എന്നെ ആയിരുന്നു വിളിച്ചായിരുന്നു. ഫോട്ടോ ഒക്കെ ഇട്ട് വന്നപ്പോഴേ വേറെ വലിയ പ്രശ്നമില്ല, ഗ്ലാസ് പോയതേ ഉള്ളൂ.
അപ്പം ഇനിയിപ്പം അവിടെ കൂടുതൽ നിന്നാൽ ഇനി അവരുടെ വണ്ടി നമ്മൾ ഇനി കയറ്റി കൊടുക്കേണ്ടി വന്നാലോ എന്ന് ഓർത്ത് ഏതാ വലിക്കാത്ത വണ്ടിയെ. അപ്പൊ അവര് പറയാ നിങ്ങൾ പറയാ വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി വലിക്കാത്തതെന്ന് പറഞ്ഞ് നമ്മളത് ചുവന്ന് കയറ്റി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ അരുണോട് ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ക്ലാസ് മാറാന്ന് പറഞ്ഞു. അത് പറയുമ്പോഴെല്ലാം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് പറയാം. എനിക്കത് മനസ്സിലായോ എന്നാന്ന്? ആ അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പഴയ കാര്യം ഓർത്തത്. അപ്പൊ നീ തിരിച്ചല്ലോ. അപ്പം ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ ക്ലാസ് കെട്ടി. അപ്പോൾ ഡ്രൈവർ നമ്മളോട് ചോദിച്ചില്ല, എന്നാൽ പിന്നെ നമുക്ക് പോന്നോളാൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നോക്കാം, നമുക്ക് ക്ലാസ് നമ്മൾ തന്നെ മാറാം, അല്ല എന്നെ ചെയ്യാനാ, നമ്മൾ തയ്ക്കുക അത്രേ ഉള്ളെന്ന് പറഞ്ഞു. പുള്ളി പോന്നു. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു 10-15-20 വർഷം മുന്നേ ആയിരിക്കും. 2008-10 തന്നെ എന്ന് തോന്നുന്നു. അതെ, 2008-10 സിംഗിൾ വണ്ടിയുള്ള കാലത്താണ്. അപ്പം നമ്മുടെ ഒരു വണ്ടിയുടെ പുറകില് ഈ കർണാടക വെച്ച് ബെൽഗാം അപ്പുറം വെച്ച് കർണാടക മഹാരാഷ്ട്ര ബോർഡറാണ്. അപ്പം നമ്മുടെ ഒരു വണ്ടിയുടെ പുറകിൽ ഒരു ടിപ്പർ വന്ന് ഇടിച്ചു. ടിപ്പർ കാലിയായിരുന്നു. ടിപ്പർ നമ്മുടെ ഈയിടെ ബസ് ഇടിച്ച പോലെ തന്നെ നേരെ പുറകെ വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് വലിയധികം പരിക്കൊന്നും പറ്റില്ല, ചെറിയ ഇതൊക്കെ കുഴപ്പം പറ്റുള്ളൂ. ടിപ്പറുകാരൻ്റെ ഫ്രണ്ട് മൊത്തം പോയി, ക്യാബിൻ മൊത്തം പോയി. അപ്പം ഡ്രൈവർ ഇങ്ങനെ വിളിക്കുക, ചേട്ടാ ഇന്നപോലെ ഒരു വണ്ടി വന്ന് ഇടിച്ചു. പകല ഒരു 3-4 മണി ആയ സമയം ഉച്ച കഴിഞ്ഞു. അപ്പം ഇന്നപോലെ സംഭവിച്ചു. അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ട് തരാൻ കേട്ടു. പിന്നെ പുറകെ നമുക്ക് എന്തെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ല, ബ്രേക്ക് ലൈറ്റിൻ്റെ അകിലും കുറച്ച് പുറകില്ല, ഡോറൊക്കെ ഇച്ചിരി വളഞ്ഞതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മറ്റേ ആളുടെ ക്യാബിനെല്ലാം പോയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ സാരമില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോരാൻ പറഞ്ഞു. അന്നേരം ഈ വണ്ടിയിൽ ടിപ്പറിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, അതെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കുന്നത് എന്തിനാ, നമ്മുടെ പുറകെ വന്ന് ഇടിച്ചല്ലേ എന്ന് ചോദിച്ചു. നമുക്ക് മറയുന്ന പൈസ മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, എന്നാലും കിട്ടുവാണെങ്കിൽ മേടിച്ചോണ്ട് പോരെ എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പറഞ്ഞ പോരാൻ. അപ്പം പുള്ളി എന്നെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്താ കേട്ടോ, ആത്മാർത്ഥത കൂടിപ്പോയി, അതാ പറ്റിയത്. ഒന്നും സംഭവിച്ചില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഒരു വണ്ടി നിറച്ച ആളിങ്ങി വന്നു. ആ മറ്റേ ടിപ്പറിൻ്റെ ഓണറും എല്ലാം കൂടെ ഒരു 4-5 പേരിങ്ങി വന്നു. നല്ല പോലെ അങ്ങ് കൊടുത്തു, ആവശ്യത്തിന് മേടിച്ചു. അത് മേടിച്ചോണ്ടെങ്കിൽ പോന്നു, അല്ല എന്നാ ചെയ്യാനാ. അല്ല ഞാൻ പോരാൻ പറഞ്ഞല്ലോ, ഒന്നും മേടിക്കാൻ. കിട്ടിയാണോ മേടിച്ചോളാൻ പറഞ്ഞില്ലായിരുന്നു, കിട്ടിയതെല്ലാം കൊണ്ട് തന്നു. അയ്യോ, അങ്ങനെ എത്ര കഥകൾ. പണ്ടർപൂർ 63 കിലോമീറ്റർ, ടെമ്പറിന് 8 കിലോമീറ്റർ. ഇതുണ്ടോ വണ്ടിയിൽ ആൾക്കാരിരിക്കുന്നുണ്ടോ എവിടെ നോക്കി. അതേപോലെ വേറൊരു സംഭവം, അപ്പോൾ നമ്മുടെ ഒരു പുള്ളിക്ക് മലയാളം അറിയത്തുള്ളൂ, ഹിന്ദി ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്ന ഓഫീസ് മംഗലാപുരത്തുള്ള ആളുടെയാണ്. അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം മലയാളം അറിയാം. മലയാളം നല്ലപോലെ പറയാൻ അറിയത്തില്ല, പക്ഷെ കുറച്ച് കന്നഡ മിക്സ് ആയിട്ടുള്ള മലയാളം പറയും. അപ്പൊ ഇവരെല്ലാം മലയാളമാണല്ലോ പറയുന്നത്. അപ്പം ആരെ ഡ്രൈവർമാര്. അപ്പൊ നമ്മുടെ ഡ്രൈവർ ലോഡിറക്കി, റെയിറോഡ് ലോഡിറക്കിയതാ ബോംബെ സിറ്റിയിൽ. അപ്പം ചേട്ടനെ വിളിച്ചു, ചേട്ടൻ വണ്ടി കാലിയായി എന്ന് പറഞ്ഞു. ഈ ഡ്രൈവർ തന്നെ വിളിച്ചേ. അപ്പം ഈ ലോഡിറക്കാൻ നേരം എല്ലാ വണ്ടിക്കാരും ഡ്രൈവർമാരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ വണ്ടി വന്ന് ലോഡിറക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചേട്ടനെ വിളിക്കും. എന്നിട്ട് നമ്പർ ആദ്യം എഴുതാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ അതനുസരിച്ചാണല്ലോ ലോഡ് കിട്ടുന്നത്. ആദ്യം കാലിയാകുന്ന വണ്ടി അനുസരിച്ചാണ് ലോഡ് കിട്ടുന്നത്. പുള്ളി പോയി ഡയറക്റ്റ് പുള്ളി വിളിച്ചു, ചേട്ടനെ വിളിച്ചു, ഇതേപോലെ വണ്ടി ലോഡ് ഇറക്കി തീരാറായി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ലോഡ് ഇറക്കി കഴിയുമ്പോഴത്തേനും ഫോണാക്കി പോരാൻ പറഞ്ഞു. അപ്പോൾ ഈ കേട്ട ആള് അപ്പോൾ ഫോണാക്കി പോരെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ലോഡ് പിന്നെ നമ്മൾ വണ്ടി കാലിയാവുന്നതനുസരിച്ച് ചേട്ടനെ വിളിച്ച് ഓരോ വണ്ടിക്കും ലോഡ് സെറ്റാക്കി ഇന്നടത്തോട്ട് വെക്കുക ഇന്നടത്തോട്ട് വെക്കുക എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടുന്നത്. അപ്പം ഞാൻ ഈ വണ്ടി ഒരു കുറേ കഴിഞ്ഞു, കുറേ എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കുന്ന ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇറക്കിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ഡ്രൈവറെ വിളിച്ചു. അതെ വണ്ടി ഇറക്കി കഴിഞ്ഞോന്ന് പറഞ്ഞു. ആ ഇറക്കി കഴിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പൂനെക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പൂനെക്കോ? അതെന്തിനു പൂനെക്ക് പോന്നേ? അല്ല സേട്ട് പറഞ്ഞു പൂനെക്ക് പൊക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു, പൂനെക്ക് പോരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ബോംബെ നോർത്തോണം ഫോണാക്കി പോരാൻ പറഞ്ഞാ പുള്ളി ഫോണാക്കി വെച്ച് വരാം എന്ന് പറഞ്ഞാൽ ഫോൺ ഇറക്കി കഴിയുമ്പോൾ വിളിക്കാനാ പുള്ളി ഉദ്ദേശിച്ചത്. അപ്പൊ പുള്ളി പൂനയ്ക്കോ, ഞാൻ വിളിച്ചില്ലായിരുന്നു, വണ്ടി പൂനച്ചത്. അന്നേരത്തേനും റെയിറോർ ഇറക്കിയ വണ്ടി വാശി വന്നു. അവിടെ കിടന്നിരുന്നെങ്കിൽ ആ റെയിറോഡിൽ നിന്ന് തന്നെ ലോഡ് കയറ്റി പോരേണ്ട വണ്ടി വന്ന് പറക്കണം. തന്നെ എന്താ ചട്ടിയാണോ? സ്വർണ്ണച്ചട്ടിയാന്ന് തോന്നുന്നു. അതെ
ചട്ടിയ ഉരുളി വാങ്ങണ്ട കേട്ടോ, കുറേ ഉണ്ട്. തണുപ്പിനെ ചെറുക്കാനായിട്ടുള്ള കമ്പിളുകളും കോട്ടും സാധനങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. തണുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഇത് രണ്ട് സൈഡിൽ നോക്കി ഇത്ര കടയാണ്. നമ്മളിപ്പം ടെമ്പറിനെ എത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ പണ്ടർപൂർ, ഇത് ലെഫ്റ്റിലേക്ക് 55 കിലോമീറ്റർ, റൈറ്റിലേക്ക് പോയാൽ പൂനെ 162 കിലോമീറ്റർ. അതായത് ഇത് പൂനെ ഷോളാപ്പൂർ റോഡാണ്. റൈറ്റിലേക്ക് പൂനെ, ലെഫ്റ്റിലേക്ക് ഷോളാപ്പൂർ. പോലീസുകാർ പിരിവുണ്ട്, ചെക്കിംഗ് ഉണ്ട്. ആ ഊതിക്കാനാ ഇത് അത്യാവശ്യം കേട്ടോ. എല്ലാവരെയും ഊതിക്കണം. ഇത് നല്ലൊരു കാര്യമാണ്. നമ്മൾ കേരളത്തിലല്ലാതെ ഇത് വെളിയിൽ അങ്ങനെ കാണാറേ ഇല്ല പോലീസുകാർ ഊതിക്കുന്നത്. പക്ഷെ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഹൈവേകളിലെല്ലാം ലോറിയും ബസ്സും വെല്ലുവണ്ടി ഓടിക്കുന്നവരും ചെറുവണ്ടി ഓടിക്കുന്നവരും എല്ലാവരും ഊതിക്കണം. മദ്യപിച്ചിട്ട് ആരും വാഹനം ഓടിക്കാൻ പാടില്ല. ഇത്രയും നാളിനിടയ്ക്ക് ഞാൻ ലോറി യാത്ര ചെയ്തിട്ട് ഒരു ലോറിയുടെ ഡ്രൈവറെ കേരളത്തിലല്ലാതെ വെളിയിൽ ഊതിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും ആദ്യമായിട്ട് കാണാം. അതെ. പിന്നെ പറഞ്ഞ വേറെ കാര്യമുണ്ട്. ബോംബെയിൽ എന്നാൽ പോലീസുകാർ ഊതിക്കുന്നുണ്ട്, ഡ്രൈവർമാരെ പിടിക്കുന്നുണ്ട്, പിടിച്ചുകൊണ്ട് ജയിലിൽ ഇടുന്നുമുണ്ട്, കാശ് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2-3 ദിവസം ജയിലിൽ കിടക്കണം. അല്ലാതെ ചുമ്മാ പിടിച്ചുടനെ ഫൈനടിച്ച് വിടുവൊന്നുമില്ല. അല്ല, വേറെ കാര്യമുണ്ട്. കാശ് കൊടുത്താ വിടും. 10,000-20,000 മേടിക്കും. അതെ, ചെറിയ പൈസക്കൊന്നും അല്ല. കഴിഞ്ഞ ദിവസവും നമ്മുടെ ഒരു വണ്ടി ബോംബെയിൽ ലോഡ് കയറ്റാൻ പോയിട്ട് ഡ്രൈവറെ ഊതിച്ച് ഡ്രൈവറെ പിടിച്ചോണ്ട് പോയി. ഒന്നല്ല, 2 വണ്ടി. 2 വണ്ടി. അപ്പം എന്നിട്ടെന്നാ ഇതേ പോലീസുകാര് പിടിച്ചു നിർത്തി. അപ്പൊ വെളുപ്പിനെ പോയ സമയത്താ പിടിച്ചു നിർത്തി, ഊതിച്ചു. അപ്പം സൗണ്ട് ഇതടിച്ചു, മദ്യപിച്ചിട്ടുണ്ട്, ഇറങ്ങി വരാൻ പറഞ്ഞ് ഒരാളെ പിടിച്ചകത്തോണ്ടിരുത്തി. ചേട്ടാ 10,000 രൂപ ചോദിക്കുന്നുണ്ട്, പൈസ കൊടുക്കും. ഞാൻ അവിടെ എന്താ 10,000 കൊടുക്കുന്നത്? അത് കൂടുതലുള്ള ആളാ ഓടിച്ചേ, ഇന്നലെ അടിച്ചതിന്റെ അതിന്റെ ഊതിച്ചപ്പം അതിനകത്ത് സൗണ്ട് കേട്ടത്. ഞാൻ പറഞ്ഞു അതിനൊന്നും പൈസ തരാൻ എന്നെ കൊണ്ട് പറ്റിയല്ല, ഞാൻ തരത്തുമില്ല. എവിടുന്നാണ് നിങ്ങൾ പൈസ മേടിച്ചു കൊടുത്തിട്ട് പോരെ, ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് പൈസ കൊടുത്തു പോകുന്നു. കേസാക്കിയില്ല. ഞാനാണ് എന്ത് ചെയ്യുമെന്നറിയില്ല. അതെ, ഞാനത് എന്നെ വിളിച്ചോണ്ടിരുന്നു, ഞാൻ പൈസ ഇട്ട് കൊടുത്തില്ല, പിടിച്ചകത്തിരിക്കുക. അപ്പൊ ഇപ്പൊ കേസാക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കോടതി കൊണ്ടുപോകുന്നു പറഞ്ഞു. കൊണ്ടുപോകട്ടെ, നമുക്ക് കുഴപ്പമില്ല, ഞാൻ വേറെ ആരെങ്കിലും വിട്ടെടുത്തോളാന്ന് പറഞ്ഞു. ഒരാളുണ്ടല്ലോ, അപ്പൊ ഒരാളാണെങ്കിലും ഓടിച്ചോണ്ട് പോരാല്ലോ, കുഴപ്പമില്ലല്ലോ, ഞാൻ കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് അവര് പൈസ എവിടുന്നോ അറേഞ്ച് ചെയ്ത് പൈസ കൊടുത്ത് പോന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞ കണ്ട് പണയം വെച്ചിട്ടൊക്കെ പൈസ ഇട്ട് കൊടുത്ത് അങ്ങനെ പൈസ കൊടുത്തു. 10,000 രൂപ കൊടുത്തു. 15 രൂപയോ? ഈ ഒരു ട്രിപ്പ് ഒരു ഡ്രൈവർ 8-10 ദിവസം ഈ ലോറിയെ പോയിട്ട് വന്നാൽ കിട്ടുന്ന പൈസ ഒരു 13,000 രൂപ 14,000 രൂപയാണ്. അപ്പം ഒന്ന് ഓർത്ത് നോക്കി. തലേദിവസം അടിച്ചതാണെന്ന് പറയുന്നു. എന്നാണെങ്കിലും തലേദിവസം നമുക്കറിയത്തില്ല. അതെന്താന്നറിയോ, തലേദിവസം കുറച്ചേ അടിച്ചുള്ളെങ്കിൽ കുഴപ്പമില്ല. തലേദിവസം ഒക്കെ മൂക്കുമുട്ടയായിട്ട് അടിക്കുന്നേ, അതല്ലേ കുഴപ്പം. അതെ. എന്നിട്ട് ആ ഡ്രൈവർക്കെതിരായിട്ട് എന്താ ആക്ഷൻ എടുത്തു? നാട്ടിൽ വന്നപ്പോ തന്നെ കണക്കൊക്കെ തീർത്ത് പറഞ്ഞു വിട്ടു. നമ്മൾ തന്നെ ഒരു 1-2 ട്രിപ്പ് കൂടെ ലോറിയെ പോവാണെങ്കിൽ യഥാർത്ഥ ലോറി ലൈഫ് നമുക്ക് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും, ഷൂട്ട് ചെയ്യാനും പറ്റും, ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അതെ, നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ ഈ അധികം നമ്മുടെ വീഡിയോ കാണാത്ത ആൾക്കാർ ഇതിനകത്ത് പറയാറുണ്ട് ഈ ലോറി ലൈഫ് ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ. അത് ഡ്രൈവർമാരാ പറയുന്നത്. ഡ്രൈവർമാരാ ലോറിയെ പൊക്കോണ്ടിരിക്കുന്നത്, അവർക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തതാണ് അവരുടെ ബുദ്ധിമുട്ട്. അതെ, അത് ഉൾപ്പെടുത്തി കാണിക്കാം. അപ്പം നമ്മൾ ഈ മദ്യപിക്കുന്ന കാര്യമൊക്കെ പറയുമ്പം ഒരിക്കലും എല്ലാവരെയും അടച്ചല്ല ഇത് പറയുന്നത്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൽ ഇപ്പം മദ്യപിക്കുന്ന ആൾക്കാരും എല്ലാ മേഖലയിലും ഉണ്ട്, അല്ലാതെ വണ്ടി ഫീൽഡിൽ മാത്രമൊന്നുമല്ല. ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുള്ളേ ഉള്ളൂ. അതിൽ ഒരിക്കലും എല്ലാവരെയും മൊത്തം എല്ലാവരെയും അടച്ചല്ല നമ്മൾ അല്ല. ഇവിടുന്ന് റൈറ്റിലേക്ക് പണ്ടർപൂർ, നേരെ പോയ ഹൈദരാബാദ്, സോളാപ്പൂർ, ഹൈദരാബാദ്. ഇതേ കൃഷിക്ക് ഒരുക്കിയിട്ടേക്കാ പാടങ്ങളൊക്കെ. ഇതേപോലെ 2 ഡ്രൈവർമാർ ഒരുമിച്ച് പോയി എവിടെയെങ്കിലും വണ്ടി ലോഡിറക്കിയിട്ട് കിടക്കുന്ന സമയത്ത് മദ്യപിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നറിയോ? നീ ഓർക്കുന്നുണ്ടോ? പണ്ട് എനിക്ക് തോന്നുന്നത് 2004-ലോ 2005-ലോ 2006-ലോ ആ ഒരു സമയത്താ, മംഗലാപുരം വണ്ടിയായിരുന്നു. അതേ ഡ്രൈവറും ക്ലീനറുമാ. അത് കഴിഞ്ഞ് 2 ഡ്രൈവർമാരായിരുന്നോ ഞാൻ ഓർക്കുന്നില്ല. അവര് ബോംബെന്ന് ലോഡ് കയറ്റി, അവർ മിക്കവാറും കയറ്റുന്ന എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങുമല്ലോ. അങ്ങനെ പനവേൽ ആ ഭാഗത്ത് എവിടെ വണ്ടി കൊണ്ടുപോയിട്ട് കിടന്ന് ഉറങ്ങി. അത് അവിടുന്നോ ലോഡ് കയറ്റിയേ. എന്നിട്ട് അവിടെ കിടന്ന് അപ്പം വൈകുന്നേരം അവിടെ വന്ന് വെച്ച് ഇങ്ങനെ മദ്യപിച്ചിട്ട് 2 പേരും തമ്മിൽ ഉടക്കുണ്ടായിട്ട്
ഒരു ഡ്രൈവർ മറ്റേ ഡ്രൈവറുടെ തലക്കെട്ട് ഒരു കല്ലെടുത്ത് ഒരു ഇടി വെച്ചു. ആള് മരിച്ചുപോയി. എന്നിട്ട് ഈ മറ്റേ ആൾ എന്ത് ചെയ്തെന്നറിയോ, ഈ ആളെ എടുത്ത് വണ്ടിയെ കിടത്തി, എന്നിട്ട് വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ നാട്ടിലേക്ക് പോരുവാ. നേരം വെളുത്തപ്പോ കരാട് വന്നു. അപ്പൊ ഈ കരാട് മംഗലാപുരംകാരുടെ ഇവര് വണ്ടിക്കാർ കയറുന്ന സ്ഥിരം കയറുന്ന ഒരു കടയുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അവിടെ കൊണ്ട് വണ്ടി നിർത്തി നോക്കുമ്പോ ഈ മരിച്ചൊന്നും ഡ്രൈവർ അറിയുന്നില്ല. ഈ ബോധം കിട്ടോ അല്ലെ പൂസമാണെന്ന് ഓർത്ത് എടുത്ത് വണ്ടി കിട്ടു. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ആള് മരിച്ചു കിടക്കുക. എന്നിട്ട് പിന്നെ കേസായി. അപ്പൊ ഈ വണ്ടി കൊപ്പോളില്ല നടന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ വണ്ടി തിരിച്ച് കൊപ്പോളിക്ക് കൊണ്ടുവന്നു, ഈ ലോഡ് ഉൾപ്പെടെ. KRSന്റെ പാർസലായിരുന്നു അതേ ലോഡ്. എന്നിട്ട് എല്ലാം കേസാക്കി. അപ്പൊ ഈ ലോഡ് നമ്മുടെ വണ്ടിയിലാണ് പകർത്തി വേറെ പിന്നെ തിരിച്ച് കയറ്റിക്കൊണ്ട് പോയി, മാറ്റി കയറ്റി. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ചെറിയൊരു കാര്യമാണോ? ചെറിയൊരു ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നമായി. ഒന്നാമത് രണ്ടുപേരും ചിലപ്പം രണ്ട് സ്ഥലങ്ങളിലുള്ളവര് ചിലപ്പോൾ അടുത്തറിയത്തില്ലായിരിക്കും. ഇതൊരു വീട് പോലെ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരാൾക്കാരെ പോലെ അല്ലേ പോകേണ്ടത് ഇത്രയും ദിവസം. അങ്ങനെ പോവാണെങ്കിൽ എന്ത് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡായത്. ആ ഒരു ജോലി ചെയ്യുന്നൊരു ഇതുപോലും തോന്നത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ദൂഷ്യവശങ്ങൾ. അപ്പോൾ ഈ വഴി കുറേ ദൂരം നമ്മൾ മഹാരാഷ്ട്രയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇതേ മുന്തിരി കൃഷിയുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം മുന്തിരിത്തോട്ടമാണ്. മുന്തിരി പാടം പൂത്ത് പൂത്തിട്ടില്ല. ഈ റോഡിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള കരിമ്പ്, ചോളം, വാഴക്കൃഷിയുണ്ട്. മറ്റേ ഇതില്ലേ റോബസ്റ്റ വാഴ. മുന്തിരിത്തോട്ടം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മാവും ഉണ്ട്. ഈ സൈഡിൽ കൂടെ എല്ലാം മാവാണ് നട്ടാക്കുന്നത്. എല്ലാം ഒരേ കമ്പനിയുടെ വണ്ടിയാണ് കേട്ടോ. ബൾക്കറാണോ? സിമെന്റ് ബൾക്കറാന്ന് തോന്നുന്നു. അല്ലല്ലോ, ബൾക്കറിൽ ഷേപ്പ് വ്യത്യാസം ഉണ്ടല്ലോ. ഷേപ്പ് വ്യത്യാസമുണ്ട്. ഈ കരിമ്പ് വണ്ടി അല്ലാവേ പകലല്ല ഇവര് തോട്ടത്തിൽ കിടന്ന് ഇത് വെട്ടി ലോഡ് ചെയ്യുമ്പോഴത്തേനും രാത്രിയാവും, സന്ധ്യയാവും. എന്നിട്ട് ഇത് ഓടുന്ന കൂടുതലും രാത്രിയിലാണ്. അതാ ഈ രാത്രിക്ക് എത്രയും ഹൈവേകളിലേ അപകടം ഉണ്ടാകുന്നത്. ബാക്കിൽ ലൈറ്റും ഒന്നും ഇല്ലല്ലോ, ബാക്കിലും സൈഡിലും ഒന്നുമില്ല. ഫോർ ലൈനിൽ പിന്നെ അത്ര പ്രശ്നമില്ല. മഹാരാഷ്ട്രയുടെ ചെറിയൊരു ഗ്രാമം. ഇത് പുട്ടുകുറ്റി കേട്ടോ, മറ്റേ ചില്ലുള്ള പുട്ടുകുറ്റി. ചില്ല് ഫിക്സ് ആണെന്ന് തോന്നുന്നു. പണ്ടർപൂരൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബൈപ്പാസ് വഴി നമ്മളിങ്ങനെ വന്ന് പോവാണ്. ലെഫ്റ്റിലേക്ക് പോയാൽ പണ്ടർപൂർ ടൗണിലേക്ക് പോകും. തമിഴ്നാട് വണ്ടി ഇഷ്ടം പോലെ ഈ റൂട്ടിൽ ഓടുന്നുണ്ട്. ബീജാപ്പൂർ, മംഗൾവേദ, സാംഗ്ലി, കോലാപ്പൂർ. ആ വണ്ടിയിലും സവാളയാന്ന് തോന്നി മുന്നേ പോകുന്ന വണ്ടിയിൽ. ഓക്കെ, ഇതൊരു ബൈപ്പാസാണ്, പക്ഷേ വഴിയെല്ലാം പോയി കിടക്കുക. എന്ത് വണ്ടികൾ വരുന്ന റൂട്ടാണിത്. ഇവിടെ ഒരു റെയിൽവേ ക്രോസാണ്. അതിന് ഫ്ലൈ ഓവർ പണിയാനുള്ള തൂണൊക്കെ നാട്ടിയിട്ടുണ്ട്, പക്ഷേ പണികളൊന്നും നടക്കുന്നില്ല ഇപ്പോൾ. അപ്പോഴേ മറ്റേ വണ്ടികളൊക്കെ എന്തായി? അജീഷിന്റെ വണ്ടി ഇന്നലെ ഇറക്കി അല്ലേ? അജീഷ് ഇന്നലെ ഇറക്കി. ആകാശിന്റെ ഇറക്കുന്നേ ഉള്ളൂ. ഇന്ന് ഇറക്കുന്നേ ഉള്ളൂ. അതെ. അജീഷിന് ലോഡായോ? എന്നിട്ട് ലോഡായിട്ടില്ല. ആയിട്ടില്ല. ഇന്നാകുകയല്ല ഇനിയിപ്പം പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇല്ല. അപ്പം അപ്പോൾ അവർ രണ്ടുകൂടെ മിക്കവാറും എന്നാൽ നാളെ ലോഡ് കയറ്റാൻ പറ്റുമായിരിക്കും ആകാശം കൂടി. അതെ. ഞാൻ ആ വണ്ടി കാണുമ്പോഴേ കാലിയാന്ന് ഓർക്കും. അതിനകത്ത് ഇരുമ്പാ, ഫുൾ ലോഡാ, 10-35 ടണ്ണ. ഒരു ഗുണമുണ്ട്, പടുതായിട്ടുണ്ട്. പടുതായിട്ടുണ്ട്. ഇങ്ങോട്ടെ ചെറുതായിട്ടൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മോശം വഴിയൊക്കെ അതേ ഓടിത്തീർന്ന് മെയിൻ റോഡിലേക്ക് കയറുക. ഇവിടുന്ന് റൈറ്റിലേക്ക് മംഗൾവേദ റോഡ്. അപ്പോഴേ എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചോറ് വയ്ക്കാം. അതെ. കറി വെച്ചിട്ട് കഴിക്കാൻ പറ്റാതിരിക്കുക. ചോറ് വെച്ചില്ല, സമയം കിട്ടിയില്ല. ഇപ്പോഴാണല്ലേ, മുമ്പെല്ലാം വെയിലായിരുന്നു, ഒരിടത്ത് നിർത്താനും പറ്റില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിൽ. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു മറവിലിരുന്ന് നമുക്ക് കുക്ക് ചെയ്യാം. അവൻ്റെ എവിടെയെങ്കിലും നിർത്താൻ സൗകര്യം വീതി ഒരിടത്ത് നിർത്തിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ നിർത്തി കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. വേറെ അധികം കുക്കിംഗ് ഒന്നുമില്ല, ചോറ് മാത്രം വയ്ക്കും. ചോറ് മാത്രം വെച്ചാൽ മതി, പെട്ടെന്ന് പരിപാടി തരും. അതെ. അപ്പോഴേ കുക്ക് അരിയൊക്കെ ഇട്ടു, ഒരു വിസിലടിച്ചു. അടുത്ത വിസിൽ ഇപ്പം തന്നെ അടിക്കും. ആണോ? 2 വിസിൽ മതിയല്ലേ? അപ്പം ഇനി ചോറാക്കുന്നോ കഞ്ഞിയാക്കുന്നോ? കഞ്ഞിയാക്കി എളുപ്പമുണ്ടല്ലോ, എല്ലാം പിന്നെ വാറക്കാനുള്ള സമയം കൂടെ പോകും. അത്ര സമയം കൂടെ പോകും പിന്നെ. അപ്പം സംഭവം റെഡിയായി. കഞ്ഞി റെഡി, കറിയും റെഡി. കറി ഇരിപ്പുണ്ടല്ലോ. ഉണ്ട്.
മട്ടൻ കറി അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ശാലം കൂടുതലായിപ്പോയി. അവരൊക്കെ 10 കിലോ എന്ന് പറഞ്ഞാണ് ശാലം കൂടുതൽ മേടിച്ചത്. അവരെയും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാമല്ലോ, എന്നാൽ എല്ലാവർക്കും കൂടെ കറിയാവല്ലോ എന്ന് പറഞ്ഞ് കൂടുതൽ മേടിച്ചാ. അതെ. ഇപ്പം മട്ടൻ പിടിക്കണമെന്ന്, മട്ടൻ പിടിച്ച് കൊളസ്ട്രോൾ കൂടും. മട്ടൻ കൊളസ്ട്രോളൊന്നും കൂടാനൊന്നുമില്ല. നിസ്സാരം. നിസ്സാരം. കഞ്ഞിയായോ? കഞ്ഞി എടുത്തോ. കൈ കഴിക്കോളോ? കൈ കഴിക്കോളെ. കൈ കഴിട്ട് ഇങ്ങോട്ട് ഇരുന്നാൽ മതിയോ? ആ, ബാക്കി എല്ലാം റെഡിയാ. ആ, ഭയങ്കര ചൂടായിരിക്കുമല്ലോ. ചൂടൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് വെച്ച് കഞ്ഞി ഉണ്ടാക്കുന്ന ഐഡിയ അറിയത്തില്ല. ചൂടെന്ന് പറഞ്ഞാലേ അടുപ്പെന്ന് വാങ്ങിയല്ലേ ഉള്ളു, അതാ ഉദ്ദേശിച്ചേ. അങ്ങനെ. മട്ടനൊക്കെ കൊള്ളായിരുന്നു, സമയത്ത് കഴിക്കാൻ പറ്റില്ല. അവർക്കൊട്ട് യോഗം ഇല്ലാതായിപ്പോയി. അതെ അതെ, മട്ടൻ കഴിക്കാനുള്ള യോഗമില്ല. അതെ. ഉപ്പ് വേണോ? ഉപ്പൊന്നും വേണ്ട. വേറൊന്നും ഇല്ല, ഇത് മാത്രമല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇപ്പോഴാ മെയിൻ ഡ്രൈവറുടെ വില മനസ്സിലാക്കുന്നത്. മെയിൻ ഡ്രൈവർ ഉണ്ടെങ്കിൽ വല്ല തോരനൊക്കെ ഉണ്ടാക്കി തരത്തില്ലായിരുന്നു. അതെ. കഞ്ഞിവെള്ളം വേണോ? കഞ്ഞിവെള്ളം അവിടെ വെച്ചാൽ അല്ല, ഒരു ഗ്ലാസ് ഞാൻ തരും. ഈ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് ഫാനോട് വെക്കണമായിരുന്നു, അങ്ങനെയാണ് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫാനേ. ഇവിടെ ഇപ്പം ചൂടില്ല, അതിന് ചൂടില്ല. അതെ, അല്ല ആവിയില്ല, തണുപ്പല്ലേ. ചോറിന് ചൂടുണ്ടെന്നുള്ളൂ. പക്ഷെ ഇച്ചിരൂടെ വേഗമായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട്. കറക്റ്റ് വേവാ. ഇപ്പോഴേ ഞാൻ കുറച്ച് ഓടിക്കാം. കുറച്ച് സൈഡിൽ കുറച്ച് നേരം ആ ക്യാമറയും കൊണ്ട് സൈഡിൽ ഇരുന്നു. കുറച്ച് നേരം ഓടിച്ചു, അധികം നേരം ഞാൻ ഇരിക്കുകയല്ല. ഞാണേലുവേ നമ്മൾ തന്നെ കെട്ടിയതാണേലും കെട്ട് വലിയ കുഴപ്പമില്ല. അതെ. അധികം ലൂസായിട്ടില്ല. ആ മോശം വഴിക്കൊക്കെ ഓടി വന്നതല്ലേ, അതിലും വലിയ ലൂസൊന്നും ഇല്ല. അതെന്നാന്നറിയോ, അകത്ത് ഞാൻ നല്ലപോലെ വലിച്ചു മുറുക്കി കെട്ടിയായിരുന്നു. ഞാനാ നല്ലപോലെ വലിച്ചത്. അകത്ത് നല്ലപോലെ കെട്ടിയേക്കുന്നോണ്ടാ കുഴപ്പമില്ലാത്ത. പിന്നെ അത് തന്നെയല്ലേ, ചണച്ചാക്കുവാണല്ലേ. അതെ. വേണമെങ്കിലേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ വേണേ. കിടക്കുന്നില്ല, എന്നാ കിടക്കുമ്പോ ആരെങ്കിലും വിളിക്കും. അതാ പ്രശ്നം. ഇല്ലെങ്കിൽ വിളിക്കത്തില്ല, കിടന്നാലേ വിളിക്കുള്ളൂ. പകല് ഉറങ്ങാൻ പറ്റില്ല, ഫോണിങ്ങനെ വന്നോണ്ടിരിക്കല്ലേ. അതെ. നമ്മുടെ വാടക കിട്ടിയായിരുന്നോ? വാടക കിട്ടിയില്ല. ഇല്ലേ? ഇല്ല. 3 ദിവസമായി. 3 ദിവസമായി. ഇന്നലെ ഇട്ടേക്കാന്ന് പറഞ്ഞു, ഇട്ടില്ല. ഇന്ന് ഇട്ടേക്കാന്ന് പറഞ്ഞു, ഇട്ടില്ല. അപ്പം ഈ ബോംബെയിലൊക്കെ പ്ലൈവുഡ് ഇറക്കിയാലും ഇതുപോലെ തന്നെയാണ്. ഈ ഓർത്തിരുന്ന് വിളിക്കാനും അതിന് തന്നെ ഒരാളെ വെക്കണം ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് പറയുന്ന സമയത്തൊന്നും ഇടത്തുമില്ല. പക്ഷെ ലോഡ് അങ്ങോട്ട് ചെല്ലാൻ താമസിച്ചോ, എന്ത് സ്നേഹമാ അത് വണ്ടി വരുന്നു. അവർക്ക് ആ സാധനം അവിടെ അർജന്റ് ആണെങ്കിൽ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അതെ, പൈസ കിട്ടും, എപ്പോഴേലും കിട്ടും. പക്ഷെ നമ്മുടെ ആവശ്യം നടക്കില്ല. ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് ഡീസൽ മേടിച്ച് ഫാസ്റ്റാഗും ചാർജ് ചെയ്ത് അവിടെ കൊണ്ട് ഇറക്കി വെച്ച് അവിടെ നിന്ന പണിക്കാർക്കും ചായക്കാശും ഒക്കെ കൊടുത്ത് വിട്ടിട്ട് എന്നിട്ട് ഈ ലോഡ് ഇറക്കിയിട്ട് വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടില്ല. 3 ദിവസം എന്ന് പറഞ്ഞാൽ കുറവാ, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓരോരുത്തർ അല്ലേ. പിന്നെ അല്ലേ ചെക്ക് തരിക, ഡേറ്റ് നീട്ടിയിട്ട് കൂട്ടി ചെക്ക് തരിക. എന്തൊക്കെ പരിപാടിയാണെന്നറിയാം. ഇതാണ് അവസ്ഥ. വണ്ടിക്കാരൻ എവിടെ ചെന്നാലും പൈസ, ഇപ്പൊ പബ്ബിലോട്ട് ചെന്നാൽ അന്നേരം പൈസ കൊടുത്തോളാം. ഒരു ലോഡ് കയറ്റി കെട്ടിയാൽ അതിന്റെ കൂലി കൊടുക്കാൻ ശാലം ലേറ്റ് ആയാലും സമ്മതിക്കാം. ഇന്നലെ തന്നെ പറഞ്ഞില്ലേ ഈ ഇതിന്റെ ചെലവ് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കയ്യിൽ നിന്ന് മുടക്കി. ഇപ്പൊ ഈ ലോഡ് അങ്ങോട്ട് കൊണ്ടുചെല്ലുന്നു, ഇത്രയും പൈസ കയ്യിൽ നിന്ന് മുടക്കി ഡീസൽ മേടിച്ച് ഈ വണ്ടി കൊണ്ട് അവിടെ ചെല്ലുന്നേ. സവാള ഇറക്കുന്നതൊക്കെ പിന്നെ കേരളത്തിൽ പിന്നെ വലിയ പ്രശ്നമില്ല, നല്ല പാർട്ടികളാ. ചുരുക്കം പാർട്ടികള് അതും വലിപ്പീര. ഇതുണ്ടോ ഈ ചെണ്ടടിച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ടോ, അവരോരോ കച്ചവടക്കാരുമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ കരിമ്പ് വെട്ടാനൊക്കെ വരുന്ന ആൾക്കാരാ. ഓരോ സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് അവിടുത്തെ കരിമ്പെല്ലാം വെട്ടി കയറ്റി അങ്ങനെ വിടുന്ന ആൾക്കാരാ. ഉടമ്പടിക്ക് പണിയെടുത്ത് ചെയ്യുന്നവരാ. മുമ്പ് ട്രാക്ടറെ പോകുന്ന കണ്ടില്ലേ, അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാ. കരിമ്പ് വണ്ടി നിർത്തിയിട്ട് ഇവരെല്ലാം വഴിയിലിട്ടിട്ട് പോയേക്കാണല്ലോ. ഇന്ന വണ്ടിയെല്ലാം പുറകെ നിൽക്കുക. നടക്കാൻ പറ്റില്ല, അത്ര ഹൈറ്റ് ലോഡ് ഇരിക്കുകയല്ലേ. ഇപ്പം മംഗൾവേദ എന്ന് പറഞ്ഞ സ്ഥലമായത് ടൗൺ അപ്പുറമായിരുന്നു. ഹൈവേയിലേക്ക് വന്ന് കയറി നമ്മൾ ഉള്ളിയേ. ഇപ്പോൾ ഇവിടുന്ന് കയറ്റിപ്പം 1 പൊക്കം ഇറക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടിക്കാർ വലിച്ചു വിട്ട് ചെല്ലും. എന്നിട്ട് അവിടെ ചെല്ലുമ്പം 3-4 ദിവസം കഴിഞ്ഞാൽ ചില പാർട്ടികൾ അന്നേരം ഇറക്കി കിട്ടും, ചിലത് 3-4 ദിവസം കഴിഞ്ഞാണ് ഇറക്കുന്നത്. നമ്മുടെ ഐഡിയ കിടപ്പുണ്ട്. എവിടെ? 3 ദിവസമായി. എവിടെ? ചാവക്കാട്. ചാവക്കാട്
3 ദിവസമായോ? 3 ദിവസമായി ഇറക്കിയിട്ടില്ല. ഇന്നും ഇപ്പൊ ഇറക്കിയാലെന്നാ പറയുന്നത്. ഡ്രൈവർ കരഞ്ഞ പരുവത്തിലാ വിളിക്കുന്നത്. ചേട്ടാ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാ വിളിക്കുന്നേ. 3 ദിവസമായിട്ട് കുളിക്കാൻ പറ്റിയാല, കുളിമുറി ഇല്ല, ബാത്റൂം ഇല്ല, ഒരു സംഭവം ഇല്ല. ബാത്റൂം അവരുടെ ഉണ്ട്, പൂട്ടിയിട്ടേക്ക. അത് ശരി. എങ്ങനുണ്ട്? എന്നാ ചെയ്യുമെന്ന് പറയാ ഡ്രൈവർമാരുടെ ഒക്കെ അവസ്ഥ. ബൈ ചാൻസ് എങ്ങാനും നമ്മുടെ വണ്ടി ഒരു ദിവസം താമസിച്ചെന്ന് വെച്ചു, ഇപ്പൊ ഈ 3-ാമത്തെ ദിവസം വരണ്ട, ഒന്നെങ്കിൽ രാവിലെ കയറി വരണ്ട, ആ സമയത്ത് വന്നില്ല, ഇച്ചിരി താമസിച്ചാ വന്നെങ്കിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും? താമസിച്ചെങ്കിൽ പിന്നെ വാടക കെട്ട് ചെയ്യും, അതാ ഇതാന്ന് പറയും. ശരിയാണോ? അത് ഇന്നൊന്നുമില്ല ഇതൊക്കെ. അപ്പം ഇതെന്തും അനുഭവിക്കാനും ഏക്കാനും ലോറിക്കാരൻ മാത്രം. ഈ പോന്ന വണ്ടി കണ്ടോ? എന്നാ അത്? ഇത് മരുന്നടിക്കുന്ന വണ്ടിയാ. അത് കണ്ടോ? കൃഷിക്കകത്ത് അതിനകത്തൂടെ കയറിപ്പോ, അതായത് ചെറിയ വീല്, അത് ടാങ്ക്, അതിനകത്ത് മരുന്ന് കലക്കിയിട്ട് ഇതിലെല്ലാം സ്പ്രേ ചെയ്യും. കണ്ടോ? ഇത് ഈ ടൈപ്പ് ഒരു വണ്ടി ഇന്നാള് മെയിൻ ഡ്രൈവർ ഓടിച്ചതാ. ഞങ്ങൾ അതിലേ വന്നപ്പോഴേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്രാവശ്യം ഓടിച്ചാ. ഈ സൈസ് അല്ല, അത് വേറെ ടൈപ്പ് ആയിരുന്നു. ഇവിടെ എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നും ഒരു പിടിയില്ലല്ലോ. എന്താ പ്രശ്നം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് മാറിക്കാം, ഞാൻ അവിടെ കയറാം. അതെന്നാ നോക്കി അതിന്റെ വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. ഒരു ആംബുലൻസ് ഇപ്പം അങ്ങ് പോയി. അല്ല ആക്സിഡൻ്റ് ആണോ എന്താണെന്നറിയില്ല. എന്തോ ആക്സിഡൻ്റാ കേട്ടോ, ആക്സിഡൻ്റാ. അപ്പം കരിമ്പ് വണ്ടിക്കിട്ട് ഏതോ വണ്ടി ഇടിച്ചാന്ന് തോന്നുന്നു. അത് ലോറിയാ. അയ്യോ, അതെ, ലോറി പറഞ്ഞാൽ ഇവിടെ മറിഞ്ഞു കിടക്കുന്നു. ക്യാബിനില്ല കേട്ടോ വണ്ടിയുടെ. എന്നാ ഇടി ഇടിച്ച? അയ്യോ, ഒരു 14 വീല് വണ്ടിയാണ്. അയ്യോ, വണ്ടിയുടെ ക്യാബിൻ മൊത്തം പോയി കേട്ടോ. ട്രാക്ടർ നോക്കിയേ, ട്രാക്ടറിൻ്റെ ഒരു സൈഡ് ആ ട്രെയിലറെല്ലാം പോയി. ട്രാക്ടറിൻ്റെ ഇടിയില്ലെന്ന് തോന്നും. ലോറി ഇവിടുന്ന് വന്ന് ട്രാക്ടറിൻ്റെ ഇടിച്ചിട്ട് താഴെ കുഴിയിലേക്ക് പോയാന്ന് തോന്നുന്നു. പക്ഷെ ക്യാബിൻ മൊത്തം പോയി ആ വണ്ടിയുടെ. ആ ട്രെയിലർ മൊത്തം പോയെന്ന് തോന്നുന്നു. ആൾക്കാർക്കൊന്നും അപായമില്ല. എന്ന് വെച്ചാൽ ട്രാക്ടറിൻ്റെ ഡ്രൈവർക്കും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ട്രാക്ടർ ആ സൈഡിലേക്ക് മാറിയായിരുന്നു. നമ്മുടെ ഫാമിലി മെമ്പറാ. അതെ, ഇവിടുത്തെ RTO ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല ഇവിടെ, ഇങ്ങനെ മൊബൈൽ ചെക്ക് പോസ്റ്റ് ആയത്. ഇവിടെ തൂക്കണം കണ്ടോ? ഇത് മറ്റേ ടോളിലൊക്കെ ഉള്ള സൈസ് വേബിൾജാ. അതേ കൂടെ കയറി അങ്ങ് പോയാൽ മതി. തൂക്കുന്ന പൈസയും കൊടുക്കണം. പൈസതാ ഇവിടെ 500 രൂപ, 220 രൂപ തൂക്കുന്നതിന്. 500 രൂപ പടി, 12 വീലിന് 500 രൂപ. ഏതെ ലോഡെല്ലാം കറക്റ്റ് ആണെങ്കിൽ, ഓവർലോഡൊന്നും ഇല്ലെങ്കിൽ. അപ്പം ഈ വണ്ടിക്കാര് പൈസ കൊടുക്കാതെ പോകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടേ അവിടെ ഇറങ്ങി ആ തൂക്കച്ചീട്ട് മേടിച്ചില്ലേ, അന്നേരം അവിടെ ഇരിക്കുന്ന ആള് വളരെ ശ്രദ്ധിച്ച് നമ്മളെ കയ്യെ പിടിച്ച് അപ്പുറം കൊണ്ടുവിട്ടു. അവിടെ പോയി സാറിന് എന്നാന്നറിയോ, അല്ലെങ്കിൽ വണ്ടി മാറ്റിട്ട് പോയാലോ. അപ്പൊ അതുകൊണ്ട് സാറിനെ കണ്ടിട്ടേ പോകാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടിട്ടല്ലേ പോവുള്ളൂ. സാറിന് ഒരു ഇന്റർവ്യൂ കൂടെ ചെയ്തിട്ട് പോരാൻ പറ്റായിരുന്നു. അവിടെ മൊബൈൽ ആയിട്ടാണ് ആ ബേബിഡിജിന്റെ സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. 2 സൈഡിലും, ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കും അങ്ങോട്ട് പോകുന്ന വണ്ടിക്കും ഉണ്ട് തൂക്കാനുള്ള. അതുപോലെ ഒരു ഷെഡ് ചുമ്മാ കെട്ടിയേക്കുക, അതിനകത്ത് കാർ ഇട്ടേക്കുക അവരുടെ. ശരിക്കും ഇവിടെ RTO ചെക്ക് പോസ്റ്റ് ഉള്ളതല്ല. അല്ല, RTO ചെക്ക് പോസ്റ്റ് ഇല്ലായിരുന്നു. ഇത് ഇപ്പം താൽക്കാലികമായിട്ട് ഫിറ്റ് ചെയ്തേക്കുന്ന മഹാരാഷ്ട്ര ബോർഡർ കേട്ടോ. മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് ആണ് മഹാരാഷ്ട്രയുടെ. ഇനി നമ്മൾ കർണാടകയിലേക്ക് കയറും. ഇവിടെ കർണാടക ബോർഡർ ചെക്ക് പോസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ ബീജാപ്പൂരെത്തി. കർണാടകയിൽ കയറി, കുറച്ചപ്പുറം കർണാടക കയറിയായിരുന്നു. ഫ്രണ്ടിൽ ടയറിൽ, ഈ ബാക്കിലെ 2ഉം അതേ ഉള്ളൂ. ഫ്രണ്ടിൽ ടയറിൽ കണ്ടോ? അതെങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നല്ലേ? അല്ല, അത് വെയിറ്റ് ഉള്ള സാധനമല്ലേ, അങ്ങനെ ആയിരിക്കും. ഒരു ട്രെയിലറും കൂടെ, ഒരു പെട്ടിയും കൂടെ വലിച്ചോണ്ടാ പോകുന്നത്. എന്തോ സെറ്റപ്പ് ആട്ടോ. ഇതൊരു 3-4 വണ്ടിയുണ്ട് ഇപ്പം. വേറെ എന്താ പരിപാടി? അതുകൊണ്ടോ സ്റ്റെബിലൈസർ ഒക്കെ ഉണ്ട് അതിന്. ഇത് വെയിറ്റ് ഉള്ളത് ഇങ്ങോട്ട് വന്നേക്കുന്നതുകൊണ്ട് ഫ്രണ്ട് പിന്നെ അങ്ങനെ കുത്തുകയിലായിരിക്കും. അതാ കണ്ടോ, അതല്ലേ അതും കൊളുത്തേക്കുന്നത്. എന്ത് സാധനമാണെന്ന് മനസ്സിലായില്ല. ആദ്യം ഇങ്ങനെ പോകുന്ന കാണുമ്പോഴേ നല്ല ടയറില്ലല്ലോ.
അതിന്റെ സിസ്റ്റം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴേ നമുക്ക് ഇവിടുന്ന് ഹുബ്ലി റൂട്ടിലേക്ക് തിരിയണം, വലത്തേക്ക് തിരിയണം. ഇതെന്താ ഹുബ്ലി 83 കിലോമീറ്റർ. 83 അല്ല കേട്ടോ, 183. ഒന്ന് മാഞ്ഞു പോയതാ. ചിത്രദുർഗം 326. കണ്ടോ ഇത് പണിക്കാരാ, ട്രാക്ടറൊക്കെ ഉണ്ടോ, 2 ട്രെയിലർ, അത് നിറച്ച ആൾക്കാരാ. അവരുടെ സാധനങ്ങളൊക്കെ, വീട്ടു സാധനങ്ങളൊക്കെ. ഇപ്പം ഈ കരിമ്പുവെട്ടിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഓരോ സ്ഥലത്തൂടെ ഇങ്ങനെ പോയി പണികൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ റോഡ് പിന്നെ ഡബിൾ ലൈൻ ആണെന്ന് പറഞ്ഞാൽ നല്ല റോഡാണ്, വലിയ തിരക്കൊന്നുമില്ല. ഹുബ്ലി വരെ അല്ല, ഇനി ഇപ്പം അങ്ങോട്ടേ തിരക്കില്ലാത്ത വഴികളാണ്. കണ്ടോ ഇത് തന്നെ റോഡാന്ന് നോക്കി, എന്നാ സാധനം അത്. ഇപ്പം മെയിൻ ഡ്രൈവർക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് കിടത്താൻ പോവാ. കറിയും ചൂടാക്കി കഞ്ഞിയും കഴിച്ച് ഒരൊറ്റ ഉറക്കം അല്ലേ. അതെ, നേരം വിളിക്കുമ്പോൾ വിളിച്ചേക്കണം കേട്ടോ. പിന്നെ നേരം വിളിക്കുമ്പോൾ ഫോൺ ഞാൻ കയറി ഇരിക്കില്ലേ, ഫോൺ എൻ്റെ ഫോൺ എപ്പം വിളിക്കണം? രാവിലെ ഞാൻ ഒരു 6-7 മണിയാകുമ്പോൾ എഴുന്നേറ്റോളാം. ആണോ? വിളിക്കണ്ടല്ലേ, ബുദ്ധിമുട്ടാവോ? വെട്ടം വീണാൽ അന്നേരം എഴുന്നേക്കും. പിന്നെ അകത്തെ ലൈറ്റ് ഇട്ടാൽ മതിയല്ലോ. അങ്ങനല്ല, ലൈറ്റ് അല്ല, ആകാശത്ത് വെട്ടം വീണു. തന്നെ വിളമ്പി കറി എടുത്ത് എന്നാൽ ബാക്കിയുള്ള കഞ്ഞി വേണോ? കഞ്ഞി കണ്ട് വിളമ്പി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുത്ത് കഴിക്കുക. ഞാനെന്നാ ഓടിക്കാം. അതെ, കഴിച്ച ഉടനെ കിടക്കണ്ട, ശാലനേരം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ട് കിടന്നാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഫോണിൽ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കർണാടകയിലൂടെയുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം.